നിങ്ങളൊക്കെ ഈ വചനപ്പെട്ടി കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ഇപ്പോഴും നമ്മളതൊക്കെ എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇത് പുതിയതാണ്. പക്ഷെ ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോഴാണ്. ഞാനിങ്ങനെ ഒരു വചനം എടുത്ത വചനം യാക്കോബ് ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോട് ചേർന്ന് നിൽക്കും. അമ്മയോട് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മോട് ചേർന്ന്, അപ്പം ഞാൻ എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കണ്ടേ എന്ന് ചോദിച്ചു. ബൈബിൾ തന്നിട്ട് അമ്മേനോട് പറഞ്ഞു, ഇതിനോട് ചേർന്ന് നിന്നാൽ മതി, അപ്പോൾ നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ 4-ാം ക്ലാസ് 5-ാം ക്ലാസ് വരെ വളരെ പിന്നോക്കം, ആരാലും അറിയപ്പെടാതെ ഒരു മൂലയിലിരുന്ന ഒരു സ്റ്റുഡൻറ്റ് അത്രയും ഉണ്ടായി. എൻ്റെ അമ്മ എന്നോട് വചനത്തോട് ചേർന്ന് നിന്നോ, നിൻ്റെ ദൈവം നിന്നോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തന്നു കഴിഞ്ഞ് ഞാൻ ഈ വചനം എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മ ഇത് എപ്പോഴൊക്കെയാണ് വായിക്കണ്ടേ? അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ എപ്പോൾ പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ പഠിച്ചു കഴിയുമ്പോഴും വായിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അത് അതേപടി അനുസരിച്ചു. വചനം വായിച്ചു തുടങ്ങിയതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ഞാൻ ഓരോ ദിവസവും മുൻപന്തിയിലേക്ക് വരികയാണ് എല്ലാ കാര്യങ്ങളിലും. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. സ്പോർട്സ്, ആർട്സ്, ക്ലാസ് അങ്ങനെ പറഞ്ഞ് എല്ലായിടത്തും ഞാൻ ഇറങ്ങുന്നിടത്തൊക്കെ എനിക്ക് വിജയം, എൻ്റെ പേരിങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി. അത് സത്യമായിട്ടും ഞാൻ അതുവരെ ഒട്ടും പഠിക്കുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല. പിന്നെ എൻ്റെ ഏറ്റവും പുറകിലിരുന്ന സീറ്റിൽ നിന്നും ഞാൻ കയറി ഫ്രണ്ടിലേക്ക് വരാൻ തുടങ്ങി. ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായി തുടങ്ങി. സ്പോർട്സിനൊക്കെ ചേർന്ന് സ്കൂളിൽ ആകപ്പാടെ കിട്ടിയ ഒരു ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് അതെനിക്ക് തന്നെയാണ്. ആർട്സിനും അതുപോലെ തന്നെ, ആർട്സ്, സ്പോർട്സ്, കൾച്ചർ പ്രോഗ്രാം എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ വീട്ടിലും ഒരു കൺഫ്യൂഷനായി, എൻ്റെ ആൾമാർക്കും ഒക്കെ സംശയം, ഇവളെങ്ങനെ ഇത്ര നാൾ ഈ പൊട്ടിപ്പെണ്ണ് ഇങ്ങനെ നടന്നായിരുന്നത്, ഇപ്പോൾ എല്ലാവരും ഇവളെ പേര് പറയുന്നുണ്ടല്ലോ എന്ന രീതിയിലേക്ക് വന്നു. അത് പഠനത്തിലും അതുപോലെ തന്നെ. നിങ്ങളുടെ മക്കൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും അവരോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ, വചനം. ദൈവത്തോട് ചേർന്നിരിക്കാൻ ഏറ്റവും പറ്റിയ ഒരു വേദി ഈ ബൈബിളാണ്.